നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് വടക്കന്തര ഭഗവതിയുടെ മുറ്റത്താണ്. അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥനയും ഞാൻ വടക്കന്തര ഭഗവതിയെക്കുറിച്ചുള്ള ഒരു കവിതയാവാം എന്ന് വിചാരിച്ചു. ഇത് എൻ്റെ മുത്തശ്ശൻ, അച്ഛൻ്റെ അച്ഛൻ മഹാകവി ഒളപ്പമണ്ണ വടക്കന്തര ഭഗവതിയെ പറ്റി എഴുതിയ ഒരു ചെറിയ കവിതയാണ്. അത് ഇന്ന് അച്ഛൻ്റെ നീണ്ട 37 വർഷത്തെ PNB സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഈ വേളയിൽ ഞാൻ പ്രാർത്ഥനയായിട്ട് ചെല്ലാം എന്ന് വിചാരിക്കുന്നു. വരദേ കർണകീ കരുണാമയീതേ ഭഗവതി അംബേ ജഗദംബേ. വരദേ കർണകീ കരുണാമയീതേ ഭഗവതി അംബേ ജഗദംബേ. കർണകീ അംബേ കാത്തരുളേണം കാൽത്തളിരിണയിൽ നമസ്കാരം. ഭദ്രേ ഭഗവതി തൃച്ചേവടിയിൽ ഭാസുരമമ്മേ സംസാരം. പൊന്നിൻ കാൽത്തള പൊട്ടിയതല്ലോ ചിന്നി ചിതറിയ പുൽത്താരം. തലമുടി ചിന്നിയതല്ലോ മേഘം ജലകണമതിലേ പൂവല്ലോ. സൃഷ്ടിയുമമ്മേ സ്ഥിതിയും നീ സംഹാരം സ്ഥിതി നീയമ്മേ. സംഹാരോജ്വല രൂപം പോലും സർവേശ്വരി നിൻ സൗന്ദര്യം. വരദേ കർണകീ കരുണാമയിതേ ഭഗവതി അംബേ ജഗദംബേ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രീ ഹരി സാർ തൻ്റെ 37 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിശ്രമവേളയിലേക്ക് കടക്കുന്ന ഈ സുദിനത്തിൽ അദ്ദേഹത്തെ യാത്രയാക്കുന്നതിനാണ്. ഒരു മനുഷ്യായുസിൽ നമ്മൾ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ദശകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സർവീസിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഈ വേള. അദ്ദേഹം തൻ്റെ ഇത്രയും വർഷത്തെ സേവനത്തിന് ശേഷം ഇനിയൊരു വിശ്രമ ജീവിതം നയിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി വിശിഷ്ട അതിഥിയായ ശ്രീ ഹരി സാറും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ബിന്ദു മാഡത്തിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സാറിൻ്റെ മകളോടെ വന്നിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ പ്രിയ മാതാവ് ഇത്രയും പ്രായാധിക്യത്തിലുണ്ടെങ്കിലും ഈ സ്റ്റെപ്പ് കയറി നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് സിദ്ധിച്ചിരിക്കുന്നത്. ആ അമ്മയെ ഞാൻ വളരെ നന്ദിപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ സാറിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ
യൂണിയൻ ഭാരവാഹികളായ സെൽവകുമാർ സാർ, അജീസ് സാറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. സെൽവകുമാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളുടെ രാജേഷ് സാർ, എപ്പോഴുംകാരനായ രാജേഷ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട സതീഷ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളുടെ ഭാഗമല്ലെങ്കിലും നമ്മുടെ ഭാഗത്തിന് ഭാഗമായ റിട്ടയറീസ് എന്ന് പറയാൻ പാടില്ല, റിട്ടയേർഡ് ബട്ട് നോട്ട് ടയേർഡ്, കുറേ പേര് നമ്മളുടെ മുന്നിലുണ്ട്. എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് അവരെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇന്ന് ഹരിസാറിനെ കൂടാതെ നമ്മുടെ മറ്റു പല ബ്രാഞ്ചുകളിലും വിരമിക്കൽ ചടങ്ങുകളുണ്ട്. അവിടെ നിന്ന് എത്താൻ കഴിയാത്തവരുണ്ട്. പിന്നെ തിരക്കുകൾക്കിടയിലും ഈ ഡേ എല്ലാം വേഗം കഴിച്ച് ഓടി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മളുടെ പ്രിയ സഹപ്രവർത്തകരെ എല്ലാവരെയും, പിന്നെ നമ്മളുടെ പ്രിയപ്പെട്ട അവരില്ലെങ്കിൽ നമ്മളില്ല, നമ്മുടെ പ്രിയപ്പെട്ട വാല്യുവൽ കസ്റ്റമേഴ്സിനെയും ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. സെൽവകുമാർ സാറിനെ 2 വാക്ക് സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഹരി സാർ, രാജേഷ് സാർ, ആൻഡ് മൈ ഡിയർ ബ്രദർ സതീഷ് സാർ, റിട്ടയറീസ്, മൈ സീനിയേഴ്സ് ആൻഡ് മൈ ഡിയർ കൊളീഗ്സ്, എല്ലാവർക്കും നമസ്കാരം. റിയലി ഇറ്റ്സ് എ വെരി പ്രൗഡ് മൂമെൻറ്റ് ഫോർ മീ. ഏன்னா നമ്മുടെ ഹരി സാർ പോലെ ഒരു ജെൻറ്റിൽമാൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനില്ല, ജെൻറ്റിൽമാൻ തന്നെ പറയണം കേട്ടോ. നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ 82 ബ്രാഞ്ച് മാനേജേഴ്സും ഉണ്ട്. അതിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജെൻറ്റിൽമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഹരി സാറാണ്. അത് എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഒപ്പം ജോലി ചെയ്ത എല്ലാ മാനേജേഴ്സ്മാർക്കും സാർ ഒരു വലിയൊരു എക്സാമ്പിളാണ്. അതായത് ഒരു ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം വേറെ എന്ത് വാക്കുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. അത്രമാത്രം ഒരു ജെൻറ്റിൽമാനാണ് സാറ്. ഞാൻ സാറെ കാണുന്നത് 2012-13 പാവർട്ടിയിലാണ് സാർ മാനേജറായിട്ടുണ്ട്. സാറിൻ്റെ കൂടെ എനിക്ക് ജോലി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്രമാത്രം ഒരു മയത്തിൽ നിന്ന് ഒരു ഭവ്യത്തിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് സാറെ കണ്ടാൽ ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങനെയൊക്കെ ഒരു മാനേജേഴ്സ്മാരുണ്ട്, ഒരു സീനിയർ മാനേജേഴ്സ്മാർ ഈ കാലങ്ങളിൽ ഈ ഒരു ഇൻഡസ്ട്രീസിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബാങ്കിൽ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ബാങ്ക് മാനേജേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ്. അതൊക്കെ ഇന്നത്തെ മാർക്കറ്റിംഗ് ഒരു എന്താ പറയുക തിരക്കിൻ്റെ ഇടയ്ക്ക് അതൊക്കെ പോയി. പക്ഷേ ഇപ്പോഴും ഈ ഹരിസാറ് പോലെ 1-2 മാനേജേഴ്സ്മാർ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ബന്ധങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഹരിസാറെ പറ്റി പറയുകയാണെങ്കിൽ 37 വർഷം സർവീസിനകത്ത് കുറേ റിവാർഡ്സ്, കുറേ അവാർഡ്സ് മേടിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഏറ്റവും വലിയ മികച്ച ഒരു റിവാർഡ്സായിട്ട് ഞാൻ കണ്ടത് ഇന്നത്തെ തിരക്കുകളും അതാണ് അതിൻ്റെ ഒരു വിറ്റ്നസ്. അപ്പോൾ എത്രമാത്രം സാറ് ഒരാളുടെ ഒപ്പം കൂടെ നിന്നിട്ടുകൊണ്ട് നമ്മളുടെ ഒപ്പം നിന്നതിന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ തിരക്ക് തന്നെ അതിൻ്റെ വിറ്റ്നസ്സായിട്ട് ഞാൻ മനസ്സിലാക്കണം. പിന്നെ ബീയിങ് എ പാർട്ട് ഓഫ് അസോസിയേഷൻ സെക്രട്ടറി, ഞാൻ സാറെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ മാനേജേഴ്സ് മീറ്റിങ്ങിലും സാറ് ബെസ്റ്റ് പെർഫോമർ അവാർഡറാണ്. അങ്ങനെയുള്ള മാനേജേഴ്സ്മാർ വളരെ ചെറുപ്പം. അങ്ങനെ മാനേജേഴ്സ്മാർ വളരെ എന്താ പറയുക ഒരു പെർഫോമർ ആകുമ്പോൾ കുറച്ചും കൂടി മാനേജ്മെൻറ്റ് ഒരു അടുപ്പം കാണാറുണ്ട്. ആ അടുപ്പം അസോസിയേഷൻ്റെ അതായത് യൂണിയൻ്റെ സൈഡായിട്ട് കാണുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ആവും. പക്ഷേ ഹരി സാർ അങ്ങനെ അല്ല, നേരെ തിരിച്ചാണ്. എത്രമാത്രം പെർഫോമൻസ് ചെയ്താലും അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ പ്രിഫറൻസാണ്. പിന്നെ ആസ് എ ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഞാൻ പറയുന്നത് കാട്ടിലും കൂടുതൽ നിങ്ങളെപ്പോലെ ആൾക്കാർ വന്ന് പറയുമ്പോൾ സാറെ പറ്റി കേൾക്കുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടാവും. താങ്ക് യു സോ മച്ച്. It's a great opportunity for me. Thank you once again. And on behalf of AAPNBO, I wish you very happy and healthy retirement life. ഹരി സാർ പിന്നെ അവരുടെ ഫാമിലിക്കും അവരുടെ അമ്മ വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണാനുള്ള വലിയ ഒരു ഭാഗ്യം തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായി രാജേഷ് സാർ 2 വാക്ക് സംസാരിക്കണമെന്ന്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ഞാൻ അരിയേട്ടൻ എന്നാണ് അരിയേട്ടനെ വിളിക്കാറ്. ഡേ അരിയേട്ടനായിട്ട് പഴക്കം തുടങ്ങിയ മാൽക്ക് ഞാൻ അരിയേട്ടൻ എന്ന് വിളിക്കുന്ന ആളാണ്. അപ്പോൾ വിശിഷ്ട അതിഥിയായിട്ടുള്ള നമ്മുടെ അരിയേട്ടൻ്റെ ഇന്നത്തെ ബാങ്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ഡേ ആണ്. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഫസ്റ്റ് അരിയേട്ടനെ നമ്മൾ പരിചയപ്പെടുന്നത് ഞാൻ നിൽക്കുന്നത് പാലക്കാട് വന്നിട്ടാണ്. ഞാൻ BOC റോഡിൽ ജോയിൻ ചെയ്യുമ്പോൾ ഐ തിങ്ക് അരിയേട്ടൻ നെന്മാറ അല്ലേ, നെന്മാറ ബ്രാഞ്ചിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ് മീറ്റിംഗ് റിവ്യൂ മീറ്റിങ്സിനും നമ്മൾ കാറിൽ ഒന്നിച്ച് സഞ്ചരിച്ച് പോണ ആൾക്കാരാണ്.
സെൽവൻജി പറഞ്ഞ പോലെ അരിയേട്ടൻ്റെ മെയിൻ തിങ് അരിയേട്ടൻ്റെ സ്മൈലാണ്. ഞാൻ അരിയേട്ടൻ്റെ ഈ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ വന്നപ്പോഴേ ഐ താങ്ക്ഡ് ദറ്റ് ഇൻവിറ്റേഷൻ ആൻഡ് ഐ പുട്ട് ബാക്ക്. അരിയേട്ടൻ്റെ ഈ സ്മൈലിംഗ് ഫേസ് വിൽ ബി മിസ്സിങ് ഫ്രം ദ ബാങ്ക്. അരിയേട്ടൻ്റെ ഏറ്റവും സിഗ്നേച്ചർ ട്രേഡ് മാർക്കാണ് അരിയേട്ടൻ്റെ ഈ സ്മൈൽ. രണ്ട് കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ബാങ്ക് വിൽ ബി മിസ്സിങ് 2 things. വൺ, അരിയേട്ടൻ്റെ ഈ ക്യാരക്ടർ, ദറ്റ് മെച്യൂർഡ് ക്യാരക്ടർ, പിന്നെ അരിയേട്ടൻ്റെ ഈ ടവറിങ് പേഴ്സണാലിറ്റി. ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അരിയേട്ടൻ്റെ മെയിൻ സംഭവം എന്താ വെച്ചാൽ, ഈ സച്ച് എ കൂൾ ഗൈ. ഏത് ബ്രാഞ്ച് ആയാലും യു വിൽ ഹാൻഡിൽ ഇറ്റ് സോ നീറ്റ്ലി. ഒരു കംപ്ലൈൻറ്റ് വരില്ല. മാനേജ്മെൻറ്റ് വിൽ ഹാവ് ആൻ ഈസി ആക്സസ്. അവിടെ ആർക്കും ഒരു പ്രോബ്ലം ഉണ്ടാവാത്ത ഒരു രീതിയിലാണ് അരിയേട്ടൻ കൊണ്ടുപോകുക. സോ ബാങ്ക് വിൽ ഹാവ് എ ടഫ് ടൈം ടു ഫൈൻഡ് എ റീപ്ലേസ്മെൻറ്റ്. ഐ തിങ്ക് എസ്പെഷ്യലി കൽപ്പാത്തി പോലെ ഒരു എന്താ പറയുക വളരെ തിരക്ക് പിടിച്ച ഒരു സ്ഥലത്ത് അരിയേട്ടനെ റീപ്ലേസ് ചെയ്യാൻ കുറച്ചൊരു പാടാണ്. ബട്ട് റിട്ടയർമെൻറ്റ് ഇസ് റിട്ടയർമെൻറ്റ്. ഹി നീഡ്സ് റെസ്റ്റ് അല്ലേ. ഹി ഹാസ് ഗിവൻ ഹിസ് മാക്സിമം ടു ദ ബാങ്ക് ആൻഡ് വി സെൽവ സെഡ് ഫ്രം ദ അസോസിയേഷൻ സൈഡ് വി ആർ വെരി താങ്ക്ഫുൾ അരിയേട്ടൻ്റെ കോൺട്രിബ്യൂഷനും. ആൻഡ് ബാങ്ക് വിൽ ബി റിയലി മിസ്സിങ് ഹിം. എൻ്റെ എന്താ പറയുക, മലയാളത്തിൽ എനിക്ക് പറയാൻ അറിയില്ല. ഐ എം വിഷിംഗ് ഹിം ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ വെരി ഗുഡ് ഹെൽത്തി സെക്കൻഡ് ഇന്നിങ്സ്. താങ്ക് യു. സന്തോഷ് സാർ 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. രാജേഷ് സാറ് പറഞ്ഞതുപോലെ ഹരി സാറിന് വിളിച്ചിട്ടില്ല ഇതുവരെ. ഹരി ഏട്ടാന്നാണ് വിളിച്ചിട്ടുള്ളത്. പാലക്കാട് വന്ന് ഞാനൊരു 5 വർഷമായി പാലക്കാട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പാലക്കാട് വന്നതിന് ശേഷമാണ് ഹരിയേട്ടനുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയത്. ഓൾമോസ്റ്റ് എവറി ഡേ അല്ലെങ്കിലും ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും സാറുമായിട്ട് വിളിക്കാറുണ്ടായിരുന്നു. സാറുമായിട്ട് വിളിക്കുന്ന സമയത്ത് തന്നെ ബാങ്കിലെ പല ടെൻഷനും പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ബാങ്കിലുള്ള പല ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. സാറും അതേ ഇതിൽ സംസാരിച്ച് വരുമ്പോഴേക്കും രണ്ടുപേർക്കും കാര്യങ്ങൾ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു വീട്ടിലുള്ള ഒരു ഫീലിംഗാണ്, ഒരു ഏട്ടനെ പോലുള്ള ഒരു ഫീലിംഗാണ്. അതുപോലെ തന്നെ ചില നർമ്മമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം സാറിൻ്റെ ചിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ ചിരിക്കുന്ന പോലുള്ള ഒരു ചിരിയാണ്. ഇന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ, സാറിൻ്റെ ഒരു ഫോട്ടോ. സാർ പുഞ്ചിരിച്ചിട്ടുള്ളൊരു നല്ലൊരു ഫോട്ടോ ആയിരുന്നു അത് സാറിൻ്റെ എന്താ പറയുക, മനസ്സിലുള്ള ഒരു നിഷ്കളങ്കതയാണ് കാണിക്കുന്നത്. എവിടെ ഏത് മീറ്റിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും ശരി, എന്ത് റൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിലും, ഇപ്പം ഇന്ന് തന്നെ ഞങ്ങളുടെ സോണൽ മാനേജർ വരെ, പഴയ സോണൽ മാനേജർ വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായാലും ശരി ഹരിസാറിൻ്റെ അടുത്ത് വരുമ്പോൾ ഹരിസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറിൻ്റെ എന്താ പറയുക, കാരണം സാറിൻ്റെ ഇത് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സാറിൻ്റെ ഇതിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും സാറ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ സാറിനെ റിവ്യൂ ചെയ്യേണ്ട ഒരു ഇതേ വരുന്നില്ല ഇവിടെ. അത്രയ്ക്കും ഒരു ഇതുള്ളൊരു എന്താ പറയുക ഒരു വ്യക്തിയാണ്. എന്തായാലും ആസ് എ പേഴ്സൺ ഐ വിൽ റിയലി മിസ് ഹിം. കാരണം എവ്രി ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിൽ എവറി ഡേ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കൽപ്പാത്തി പോലെയുള്ള ഒരു ബ്രാഞ്ചിൽ സാറ് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളും, അത് രാജേഷ് സാറ് പറഞ്ഞതുപോലെ ഒരു റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി എന്താ പറയുക കുറച്ച് ടഫായിരിക്കും. കാരണം സാർ അത്രത്തോളം അവിടെയുള്ള മീൻസ് കൽപ്പാത്തിയിലെ സ്റ്റാഫും എന്താ പറയുക കസ്റ്റമേഴ്സുമായിട്ടും അവിടെ സാറ് അവിടെ ഉള്ളതിൻ്റെ ഒരു പ്രതിഫലമാണ് അവിടുത്തെ എന്താ പറയുക അവിടുത്തെ തേർഡ് പാർട്ടി ബിസിനസ് ആയാലും ശരി, അവിടുത്തെ ബിസിനസ് ആയാലും ശരി. കൂടുതൽ സാറ് എന്താ പറയുക കൂടുതൽ ഞാനൊന്നും ആദ്യം ചെയ്യുന്നില്ല. കാരണം സാർ ഇന്ന് റിട്ടയർമെൻ്റ് ആയിട്ട് പോവുകയാണെങ്കിലും ശരി, നാളെ മുതലായാലും ശരി, ഇതേപോലെ തന്നെയുള്ള കണക്ഷൻസും ഇതും ഞങ്ങൾ തമ്മിൽ ഉണ്ടാവും എല്ലാ കാര്യത്തിലും.
I wish him, his family, a happy, healthy, peaceful retired life. ഇനി നാളെ മുതൽ ഡേ എൻഡിൻ്റെയോ CRMൻ്റെയോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ചിലപ്പം കസ്റ്റമേഴ്സിന് മനസ്സിലാവില്ലായിരിക്കും. അതിൻ്റെ ഒന്നും ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് വെരി ഗുഡ്. അതും 37 years ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. I really wish him from my heart peaceful and healthy retired life. Thank you. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഹരിയേട്ടൻ്റെ ഫാമിലി. പിന്നെ ഇന്ന് വളരെ ഇതായിട്ട് തോന്നിയൊരു കാര്യം എന്താ പറഞ്ഞാൽ നമുക്ക് റയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അമ്മ മകൻ്റെ റിട്ടയർമെൻറ്റിന് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഹരിയേട്ടൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അത് വളരെ ഒരു ഇതായിട്ട് തോന്നി എനിക്ക്. വളരെ യുണീക്കായിട്ടുള്ളൊരു ഇതാണ്, നമ്മൾ ജനറലി കണ്ടുവരാത്തൊരു കാര്യമാണ്. അപ്പോൾ ബാക്കി ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ സീനിയേഴ്സായിട്ട് റിട്ടയറീസ് ഒരുപാട് പേര്. സോ എല്ലാവർക്കും നമസ്കാരം. ഹരിയേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. ബിക്കോസ് സച്ച് എ ഫാൻറ്റാസ്റ്റിക് ക്യാരക്ടർ ഹീസ്. നമുക്ക് ജെൻറ്റിൽമാൻലിനെസ്, സോഫ്റ്റ് സ്പോക്കൺനെസ്, പിന്നെ വളരെ ഹമ്പിളായിട്ടുള്ളത്, പേഷ്യൻസ്, ഇതിനൊക്കെ ഒരു സിനോണിം, ഒരു പര്യായമായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു വ്യക്തിത്വമാണ് ഹരിയേട്ടൻ എന്ന് പറയുന്നത്. ഈ രാജേഷ് സാർ പറയുണ്ടായി ഹരിയേട്ടൻ്റെ ഒരു ടവറിങ് പേഴ്സണാലിറ്റി എന്ന്. സി നോട്ട് ജസ്റ്റ് ഹീ സ്റ്റോൾ ഇൻ ഓൾ ദി ക്യാരക്ടേഴ്സ്, ഗുഡ് ഇത് ബിഹേവിയറൽ ആസ്പെക്ട്സ്. എന്താ പറഞ്ഞാൽ ഇപ്പം ഞാൻ ഹരിയേട്ടനായിട്ടൊരു 17-18 കൊല്ലത്തെ പരിചയമാണ് എനിക്കുള്ളത്. അതിൽ ലാസ്റ്റ് ഒരു 6-7 കൊല്ലമായിട്ട് ഹരിയേട്ടനായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള അസോസിയേഷനാണ്. സന്തോഷിച്ച് പറഞ്ഞ പോലെ ഇൻവേരിയബിളി ഡെയിലി, ഇൻഫാക്ട് ഇന്ന് തന്നെ ഞാൻ ഹരിയേട്ടനായിട്ടൊരു 3-4 തവണ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി ഞങ്ങളൊരു 3-4 തവണ സംസാരിക്കാറുണ്ട്. ലാസ്റ്റ് ഒരു 6-7 കൊല്ലമായിട്ട് റിവ്യൂ മീറ്റിംഗ്, ബാങ്കേഴ്സ് മെജോറിറ്റി ഇരിക്കുന്നതുകൊണ്ട് റിവ്യൂ മീറ്റിങ്ങിൻ്റെ ഒരു ഇതെന്താണെന്നുള്ളത് അറിയാമെന്ന് വിചാരിക്കണം. റിവ്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യത്തിന് വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകുക എന്നുള്ളതാണ് റിവ്യൂ മീറ്റിംഗ്. പോയി തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹിമാലയൻ ടാസ്ക്. അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. മാനസികമായിട്ട് ഒരു ഇക്വിലിബ്രിയം ലൂസ് ചെയ്യാതെ പോയി വരിക എന്ന് പറയുന്നത്, പർട്ടിക്കുലർലി ലാസ്റ്റ് ഒരു 3-4 കൊല്ലമായിട്ട് അത് വളരെ ഓരോ ദിവസം തോറും ഡേ ബൈ ഡേ അതിൻ്റെ ആ ഒരു മോശം എന്ന് പറയുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരുന്നൊരു കാലമാണത്. അതിന് ഞാനും ഹരിയേട്ടനും രാജേഷ് സാറും സന്തോഷിച്ച് ഞങ്ങളാണ് മോസ്റ്റ്ലി ഒന്നിച്ച് പോയിട്ട് വരുന്നത്. അപ്പോൾ ഈ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് പരിഭവങ്ങൾ ഒരുപാടുണ്ടാവും. അവിടെ ഒന്നും പറയാനും പറ്റില്ല, എല്ലാം കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ഇനിത്തിട്ട് അങ്ങോട്ട് ഹരിയേട്ടൻ്റെ ഒരു ആബ്സെൻസ് ഉണ്ടാവുമല്ലോ എന്നുള്ള ആലോചനയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം. ഹരിയേട്ടൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഹരിയേട്ടൻ കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ദൂരമുള്ളൊരു ബ്രാഞ്ചിലാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഹരിയേട്ടൻ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ രാജേഷ് സാർ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് തരണ ഒരു എന്താ പറയുക, ഒരു സ്ട്രെങ്ത് വളരെ ഹൈ ആണ്. സോ ദാറ്റ് ഐ വിൽ ബി മിസ്സിങ് ബാഡ്ലി ഹരിയേട്ടൻ. അത് വല്ലാത്തൊരു വിഷമാണ്. പക്ഷെ എന്തായാലും നമ്മൾ തിരിച്ച് വിളിക്കുന്നുണ്ടാവും, നാളെയും വിളിച്ച് ഞാൻ പറയുന്നുണ്ടാവും പല കാര്യങ്ങളും. എന്നാലും പറയുകയാണ്, പിന്നെ 37 വർഷത്തെ സർവീസ്, ഇനിയുള്ള കാലത്ത് ഈ 37 വർഷം സർവീസ്, 38 വർഷം സർവീസ് ഉള്ളത് നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇനിയുള്ളത് അങ്ങോട്ട് ഉണ്ടാവില്ല മോസ്റ്റ്ലി. കാരണം അങ്ങനെ ഒരു ലെങ്തി സർവീസ് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറായിട്ടല്ല ഇപ്പോൾ ബാങ്കിങ് ഇരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇൻ ബാങ്ക്. വളരെ കഷ്ടമാണ്. പിന്നെ ഓരോ ലോഗിൻ ഡേ, ഇന്നത്തെ ലോഗിൻ ഡേ എന്ന് പറയുന്നത് ഒരു റിട്ടയർമെൻറ്റ് ലോഗിൻ ഡേ. ഇന്ന് 3 റിട്ടയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഹരിയേട്ടൻ്റെ ഇതിന് ഈ ഒരു ക്രൗഡ് തന്നെ ഇറ്റ് ടെൽസ് വാട്ട് ഹരിയേട്ടൻ ഈസ്. കാരണം ആളുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വേറെ 2 റിട്ടയർമെൻറ്റ് ഉണ്ട്, ഇനിയും ചിലപ്പോൾ ആളുകൾ വരുന്നുണ്ടാവും. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ടെൽസ് ഹരിയേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ. ഹീസ് എ ക്രൗഡ് പുള്ളർ. He's a calm crowd puller. He will not do things in a exuberant manner, but he will simply sit and he will attract people. That is ഹരിയേട്ടൻ. അതാണ് ഇപ്പോൾ കൽപ്പാത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും. കാരണം ഇനിയിപ്പോൾ രാജേഷ് സാറും പറയണ്ടേ, ഹരിയേട്ടനെ കൽപ്പാത്തിയിൽ റീപ്ലേസ് ചെയ്യുകയെന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് അഫെയർ. അത് നമുക്ക് പറ്റില്ല അതങ്ങനെ. കാരണം ഹരിയേട്ടൻ അങ്ങനെ വളരെ പീസ്ഫുള്ളായിട്ട് പേഷ്യൻ്റായിട്ട് എല്ലാവരും കേട്ട് ഹരിയേട്ടൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ് നിർത്തണവരെ ഹരിയേട്ടൻ ആ ഒരു നിൽപ്പ് നിൽക്കുകയാണ്. ഇന്നലെ കൂടെ എൻ്റെ ദിനേഷ് അത് പറയുണ്ടായി. അപ്പോൾ ഹരിയേട്ടൻ്റെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സി ഇഫ് ഐ നമ്പർ വൈസ് ഇങ്ങനെ പറയുകയാണെങ്കിൽ വി ക്യാൻ കീപ്പ് ഓൺ ടെല്ലിങ് സച്ച് തിങ്സ്. അപ്പോൾ വി ഹാവ് ഗോട്ട് ടൈം കൺസ്ട്രെയിൻ. സോ ഹരിയേട്ട വി വിൽ ബി മിസ്സിങ് ഓൾ ദീസ് തിങ്സ്. പിന്നെ ഇന്നലെ ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയണ്ടായിരുന്നു നമ്മൾ. എന്താ പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 5-6 ഇയേഴ്സായിട്ട് നമ്മളൊരു കാണുന്നൊരു കാര്യം എന്താ പറഞ്ഞാൽ, പണ്ട് റിട്ടയർമെൻറ്റ് സമയത്ത് ആളുകൾ പോകുമ്പോൾ അവർക്കും വിഷമം നമുക്കും വിഷമം. ഇപ്പോൾ നേരെ തിരിച്ചായിട്ടുണ്ട്. റിട്ടയർമെൻറ്റ് ആകുമ്പോൾ അവരും ഹാപ്പി, ബാക്കിയുള്ളവർ ഹാപ്പി ഇൻ ദ സെൻസ് ദാറ്റ്
ഹാപ്പി ഇൻ ദ സെൻസ് ദാറ്റ് ഒരാൾ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടല്ലോ, അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഹരിയേട്ടൻ്റെ കാര്യത്തിൽ ആ സന്തോഷം നന്നായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഹരിയേട്ടൻ്റെ റിവ്യൂ മീറ്റിങ്ങിന് കാറിലിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ടെൻഷൻ പാസിഫൈ ചെയ്യാനുള്ള ഒരാളില്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഉള്ള വിഷമം ഒരു സൈഡിൽ. അപ്പോൾ ഇപ്പോൾ എന്താ കണ്ടത്, പണ്ട് നമ്മൾ റിട്ടയർ ആയിട്ടുള്ള ഒരാൾ ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഹി വിൽ ബി മോർ ഏജ്ഡ്, ഒരു 60 എന്നുള്ള 65 വയസ്സായി. അങ്ങനെ ഇപ്പോൾ തിരിച്ചാണ്. ബാങ്കിലുള്ളൊരു 45-കാരൻ ഒരു 4 വർഷം കഴിയുമ്പോൾ 49 ഒരു 55-ലേക്ക് പോവുകയാണ്. പക്ഷേ റിട്ടയർ ആയ ആൾ 60-ൽ നിന്ന് ഒരു 54, 52-ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് റിവേഴ്സ് ഓർഡർ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. സോ ഹരിയേട്ട ആ ഒരു ഇതിലേക്ക് പോകാൻ ഹരിയേട്ടനെ സാധിക്കുന്നത് വളരെ സന്തോഷം നമുക്ക്. കാരണം ഇപ്പോൾ ഫുൾ വിത്തൗട്ട് എനി ബ്ലമേഷ്, വിത്ത് സച്ച് എ വണ്ടർഫുൾ ട്രാക്ക് റെക്കോർഡ് ദാറ്റ് ഹി ഹാവ് ഓൾ ദീസ് ഇയേഴ്സ്, ഇത് വെച്ചിട്ട് ഇങ്ങനെ റിട്ടയർ ആയി പോവുക, ഇത്ര ആളുകൾ വരിക, ഇറ്റ് ടെൽസ് അബൌട്ട് വാട്ട് ഹരിയേട്ടൻ ഈസ്. ഒരു കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. സോ ഐ വിഷ് ഹരിയേട്ടൻ എ വെരി ഹെൽത്തി, ഹാപ്പി, പീസ്ഫുൾ ആൻഡ് ആക്റ്റീവ് റിട്ടയർഡ് ലൈഫ്. ഇന്ന് ഹരിസാറിനൊപ്പം തന്നെ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഉണ്ണി സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ റിട്ടയറീസ് അസോസിയേഷന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ മോഹൻദാസ് സാറിനെ ക്ഷണിച്ചോളൂ. അധ്യക്ഷൻ ശ്രീ ഹരി, വേദിയിലുള്ള സദസ്സിലുള്ള എല്ലാ പ്രഗത്ഭരും, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് പറയട്ടെ, ഞാൻ റിട്ടയറീസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ റിട്ടയറീസിൻ്റെ ലൈഫ് എന്താണെന്ന് എനിക്ക് കൂടുതൽ അറിയാം. കാരണം വെച്ചാൽ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് റിട്ടയർമെൻറ്റിന് ശേഷമാണ് ലൈഫ് തുടങ്ങുന്നത്. കാരണം അതിൽ വരെയുള്ള എല്ലാ ബിസി ആയിട്ടുള്ള എല്ലാ ഷെഡ്യൂളും കഴിഞ്ഞ് ജീവിതം ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷമാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിട്ടയർമെൻറ്റ് പണ്ടൊക്കെ ആണെങ്കിൽ റിട്ടയർമെൻറ്റിന് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. പലരും കരയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എല്ലാവരും വളരെ ചിരിച്ചുകൊണ്ടാണ് റിട്ടയർമെൻറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷമേ പറ്റുള്ളൂ. ഒരു ടാർഗറ്റ് ഇല്ല, ടെൻഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ 2016 കൽപ്പാത്തിയിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്, കസ്റ്റമേഴ്സ് എല്ലാം വളരെ ഹാപ്പിയാണ്. കാരണം വെച്ചാൽ അവിടെ അങ്ങനത്തെ ആ ബ്രാഞ്ച് അങ്ങനത്തെ ഒരു വൈറ്റൽ ബ്രാഞ്ചാണ്. അവിടെ വളരെ വളരെ ചിരിച്ചുകൊണ്ടും വളരെ നന്നായിട്ടും എല്ലാ കസ്റ്റമേഴ്സിനും ഡീൽ ചെയ്ത് വളരെ നല്ലതായിട്ട് മുന്നോട്ട് അത്രയും കാലം ബ്രാഞ്ച് പഞ്ഞു. ഇപ്പോൾ ഇത്രയും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ തോന്നുന്നു, അത്ര വേഗം റിട്ടയർമെൻറ്റായി. എന്തായാലും റിട്ടയർഡ് അസോസിയേഷൻ്റെ പേരിൽ ഞാൻ എല്ലാ ഭാവുകളും നേരാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളും വളരെ നന്നായിട്ടുള്ളൊരു റിട്ടയർഡ് ലൈഫ് ഞാൻ ആശംസിക്കുന്നു. അസോസിയേഷൻ്റെ പേരിൽ ഒരു ചെറിയ ഗിഫ്റ്റ് ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. Next, I would like to invite Ms. Narayana Swamy sir. It is my privilege. I am in Palakkad today, and it's my really grace that Hari Om has invited me for this. And I would like to start with a small gift. I brought it. Okay, yes. The very important thing is, the way he is dealing. I used to see how he is managing with all his staff. I mean, excellent. Every day, he will make sure that he will ensure that all the people are all, it's a team spirit. He just maintains that. And fourth and very important thing is, everybody retires. Even I am also retired. But the question here is, we people, though we are retired there, but we can work. There is no problem for us, because the object in US and Canada is, till such time you breathe, you can work. Need not essential 60 years or 70 years. Till such time you breathe, you can work. I mean, you should be active, it's all. But in the meantime, when I came to know, I came to Palakkad only about 4-5 days ago from Houston. And when he told me that I'm getting retired, I said, look, you took so young.
how you are retired? He said, yes, I am retired. So that's the reason he invited me here. And I wish him all good luck. I'm telling you, the reason is that, and I also invite him to come to Canada also. I can tell him that, okay, if you want us to come to Canada, there's no problem, because we got a lot of avenues are there, so many things. A lot of people are coming. It's not something like a lot of people are coming to Canada. And so that's the reason I invited him. And it's a question of what about his staff? I really appreciate Parvati. Stand up, please, stand up. Excellent, really excellent. Whenever I go to the bank, you know, she takes care of me very well. I think. And Anup, where is Anup here? Anyway, Anup is also very good, because I deal with only a couple of people and I see them and they work so happy, they will offer to me good service. That's what we want to have. As a customer, what I need to have is a good services, and those people offer me. And in fact, when he is getting retired, I always wish him good luck for all his this thing. Very, very important to everybody I want to talk to you is the health. Forget about money. All the things are, health is very important. So all the time you make sure, you know, everything is you moderate. Food should be moderate. You should not keep on eating too much. Number two is do some yoga and meditation. That's very, very important. Without that, people will normally, what happens is, they think that it's a matter of why should I waste time on that. We all have 24 hours a day. Even if you take about 8 hours for sleep, remaining 16 hours we all have. So all these yoga and meditation is only about maximum 20 minutes or half an hour. So if you happen to practice that particular one into your whole life, I mean, that will at least reduce the probability of getting sick. That's number two. Number three, be happy. Be happy, all the time be happy, because we are come here to the world with a happiness. You see the child when it comes, you know, it just comes with a happiness. So same thing. If you are happy, be happy what you all have, and just pray God. That's what we all have, what we can do, I think. Anyway, thank you so much. I appreciate your invitation, and I wish you good luck to you. Okay? Thank you. My name is Sri Ram. I belong to this place, Vadakandara. I just wanted to say two things today. One is about retiring Sri Hari. I know him right from childhood. So I can't say anything about his services, because somehow I feel as a friend when I go to the bank. So with all the people saying about him, I only feel that I feel very proud to be a friend of his right from childhood. And I also had the excellent experience when I went to the bank. Apart from that, I do want to say today, I am associated with this bank right from Nedungadi Bank days. Somehow, I have a feeling that even today, after it is changed as Punjab National Bank, I somehow feel that a homely atmosphere. I just wanted to get a clarification that is that any criteria you put whenever you put staff in Kalpati, because at Kalpati branch we face a really friendly atmosphere, right from Gopalakrishnan sir, another Mohandas sir, all these people with whom we had association, we somehow have a family feeling. I am associated with banks right from Maharashtra, Karnataka, Trivandrum, all these places. Everywhere banking is definitely there, but somehow at Kalpati we have got a feeling of just walking with a brother, like a family feeling, which I wanted to say. Added to that, friendly Hari. So excellent. All the staff of Punjab National Bank, I want to appreciate to continue the same service and give customers excellent support. Thank you. Thank you very much. Thank you.
chief guest of today's farewell program, Hari sir, his wife, his family members, അദ്ദേഹത്തിൻ്റെ വന്ധ്യ മാതാവ്, കൽപ്പാത്തി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന മറ്റ് എംപ്ലോയീസ്, ഇവിടെ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, I think I am so thankful to Mr. Hari, the senior manager of Punjab National Bank, Kalpati. I got to know, I have come across with Mr. Hari, our senior manager of Punjab National Bank, Kalpati, 1 year back. I went there to open an account at Kalpati, Punjab National Bank, Kalpati, 1 year back, because I was working in Chennai in National Institute for the Visually Handicapped under the Ministry of Social Justice and Empowerment, Government of India. So for my pension purpose, I approached this bank. I went that bank, I met Shri Hari sir. He was a very kind-hearted person. He spoke to me very nicely. He explained all the services that he is rendering, this bank is rendering. I opened my account there, and whenever I go to that particular bank, Mr. Hari, our senior manager, receives me very well. He himself comes forward to help me. Whatever requirement is there for me, he immediately attends to it. You know, I am a different person, I am a differently abled person. But Mr. Hari sir was very concerned. He has a lot of concern towards me as a special customer. After 37 plus years of service, meritorious service to the bank. He is retiring today. It's a wonderful achievement, I should say. Mr. Hari OM is a wonderful personality, a very kind-hearted human being. Really, as previous speakers said, replacement of Hari OM is very difficult. It would be a challenging task to the particular bank. So at this moment in time, I wish Hari OM a very peaceful, healthy and long retirement life. God bless you, sir. Thank you. അടുത്തതായി സാറിന് ആർക്കെങ്കിലും നമ്മുടെ റിട്ടയറീസ് അസോസിയേഷനിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്, അവർക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സ്നേഹവിരുന്ന് എന്ന് പറയുന്നതായിട്ടില്ല, അതായത് യാത്രയപ്പ് എന്നുള്ളതിൻ്റെ ഒരു ഓമന പേരാണ് സ്നേഹവിരുന്ന്. ഇതിപ്പോൾ യാത്രയപ്പ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഫലത്തിൽ അതൊരു സ്നേഹവിരുന്നായിട്ട് ഒരുതരം സെലിബ്രേഷനായിട്ട് മാറുന്ന ഒരു സ്ഥിതിയിലേക്ക്, അതായത് റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് പഴയ പോലെ ഒരു എന്താ പറയുക, ഒരു തള്ളിവിടുന്ന കാര്യത്തിലേക്കല്ല പോകണം, അതൊരു സന്തോഷമായിട്ടുള്ള കാര്യമായിട്ട് ഒരു സെലിബ്രേഷനായിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെറ്റപ്പിൽ നമ്മുടെ ഇന്നത്തെ താരസാന്നിധ്യം OM ഹരിയെക്കുറിച്ച് ഇങ്ങനെ വാചകവാൽ മറ്റേ കൂടുതലായിട്ട് ഇങ്ങനെ മേലെ പറയാനല്ല ശ്രദ്ധിക്കുന്നത്. ഞാൻ അതിൽ കൂടുതലായിട്ട് വേറൊരു പോയിന്റിലേക്കാണ് വരുന്നത്. അതായത് ഈ ടെന്നീസിൻ്റെ ഒരു വലിയൊരു പ്ലെയർ ഉണ്ട്, സൈബീരിയൻ ജോക്കോവിച്ച്. അപ്പം അദ്ദേഹം ഈ വിംബിൾഡണും അതുപോലെയുള്ളതൊക്കെ ജയിച്ചിരിക്കുന്ന വലിയ ചാമ്പ്യനൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഓരോ തവണ ഈ ജയിക്കുമ്പോഴും മാച്ചിൽ ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞ ഉടനെ മൂപ്പർ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ കുനിഞ്ഞു നിന്ന് ഭൂമിയെ നമസ്കരിക്കും.
ചിലപ്പോൾ ഒരു നുള്ളു മണ്ണെടുത്ത് വായിലിടും. അപ്പോൾ അങ്ങനെ ആ ഭൂമിയോടും അല്ലെങ്കിൽ ആ ഭൂമിയും മണ്ണിനോട്, ഭൂമി എന്നുള്ളതല്ല മണ്ണിനോടുള്ള അഗാധമായ ബന്ധം സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് അത് നമ്മളൊക്കെ ടി വിയിൽ കണ്ടിട്ടുള്ളതാണ്. ആ മണ്ണിനോടുള്ള ബന്ധം സൂചിപ്പിക്കുന്നതായിട്ടുള്ള വരികൾ ധാരാളം എഴുതിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയുടെ മകൻ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലാണ് നമ്മൾ OM ഹരിയെ കണ്ടിട്ടുള്ളത്. ഒരു ബാങ്ക് മാനേജർ എന്നുള്ളതിനുപരിയായിട്ട് മഹാനുഭാവനായിട്ടുള്ളൊരു മഹാകവിയുടെ മകൻ എന്നുള്ള ആ പാരമ്പര്യം മാത്രം മതി ഹരിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ. മാത്രമല്ല മൂപ്പരയുടെ ഓർമ്മ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് വയസ്സനാണെങ്കിലും ആ കൃഷിക്കാരൻ വയലിൽ ചെന്നിരിക്കും, തൻ്റെ മക്കൾ കിളയ്ക്കുന്നതും നോക്കി ഉച്ചനേരം വരെ ചടഞ്ഞിരിക്കും. അങ്ങനെയൊക്കെയുള്ള കവിതകൾ എഴുതിയ നമ്മുടെ സാക്ഷാൽ ഓർപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാടിൻ്റെ മകനാണല്ലോ. അപ്പോൾ ആ ഒരു പാരമ്പര്യമൊക്കെ ചിലപ്പോൾ മൂപ്പർക്ക് കുറേശ്ശെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു റിട്ടയർമെൻറ്റിന് ശേഷം എനിക്ക് തോന്നുന്നു മൂപ്പരൊക്കെ എഴുതിയതായിട്ടുള്ള നങ്ങേമ്മക്കുട്ടിയെ പോലുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വായിച്ച് അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ എഴുതുകയാണെങ്കിൽ തന്നെ നമുക്ക് സമയം പോരാണ്ട് വരും. അതുകൊണ്ട് വിശ്രമ ജീവിതം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുച്ഛിച്ച് തള്ളേണ്ട കാര്യമൊന്നുമില്ല. വളരെ കാര്യമായിട്ട് മൂപ്പർക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിലും മൂപ്പര് ചില ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇപ്പോൾ കഥകളിയായിട്ടുള്ള ബന്ധപ്പെട്ട ചില പരിപാടികൾ നടത്തുന്നുണ്ട്. പിന്നെ എന്തോ ചില ട്രസ്റ്റോ എന്തൊക്കെയോ ഉണ്ട്. മൂപ്പര് ചില പ്രൈസ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കൊല്ലത്തിലൊരിക്കൽ, അതിൻ്റെയൊക്കെ പിന്നാലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില ആക്ടിവിറ്റീസൊക്കെ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് നടത്താനുള്ള ഒരു അവസരം ഇനിയിപ്പോൾ മൂപ്പർക്ക് സാധിക്കും. മാത്രമല്ല ഈ ജന്മനാട്ടിൽ തന്നെ ജോലിയെടുക്കാനുള്ള ഭാഗ്യവാനും കൂടിയാണ് മൂപ്പര്. അതിൻ്റെ ഒരു വിശേഷമുണ്ട്. അതായത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആവുന്നതിന് മുമ്പുള്ള ബാങ്ക് നെടുങ്ങാടി ബാങ്കാണല്ലോ. അപ്പോൾ മൂപ്പർക്കൊരു വെറുതെ ഒരു തോന്നലാണ്, ചെന്നൈയിലേക്കൊരു ട്രാൻസ്ഫർ വാങ്ങിക്കളയാന്ന് തോന്നിയാണ്. ചെന്നൈ ഓപ്ഷൻ കൊടുത്തു, ചെന്നൈ ആരോ പറഞ്ഞ മാതിരി വേഗം കൊടുത്തു ചെന്നൈയിലേക്ക് പോസ്റ്റിംഗ്. അതാണ് ഓരോ യോഗയും പൂർവികന്മാർ ചെയ്ത പുണ്യം പോലെ. അതിനുശേഷമാണ് PNB ഏറ്റെടുത്തത്. PNB ഏറ്റെടുത്തപ്പോൾ നമ്മളെമാരുള്ളവരൊക്കെ കേരളത്തിലുള്ളവരൊക്കെ ഉള്ളവർ UP-യിലും പഞ്ചാബിലും ജാർഖണ്ഡിലും ഒക്കെ ഓടി 3000-4000 കിലോമീറ്റർ ദൂരത്തേക്ക് ഓടി. പക്ഷെ തമിഴ്നാട്ടിലുള്ളവരെ തൊട്ടില്ല. അവിടെ ഹിന്ദി ഒഴികെയാണ്. ഇവരെയൊക്കെ കൊണ്ട് ഹിന്ദി ബെൽറ്റിൽ പോസ്റ്റ് ചെയ്താൽ അവർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവരെയൊക്കെ തമിഴ്നാട്ടിലുള്ളവരൊക്കെ ഏറെക്കുറെ അവിടെ തന്നെ റിട്ടേൺ ചെയ്തു. അപ്പോൾ മൂപ്പർക്ക് അതിൻ്റെ ഭാഗ്യത്തിൽ ഈ കോയമ്പത്തൂരിൻ്റെ അടുത്ത് അവിടെയോ പോസ്റ്റിങ്ങും കിട്ടി. അപ്പോൾ ആ ചെന്നൈയിലേക്ക് വെറുതെ ചോദിച്ചതുപോലും ഒരു അനുഗ്രഹമായിട്ട് വന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതാണ് ജന്മനാട്ടിൽ തന്നെ ജോലി ചെയ്യാനുള്ള മൂപ്പരുടേതായിട്ടുള്ള ഒരു യോഗം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. പിന്നെ പറയാനുള്ളത് കൂടുതൽ നീട്ടി പരത്തി പറയേണ്ടതായിട്ടുള്ളൊരു അവസരമല്ല അത്. കുറേ ദൂരത്തു നിന്നൊക്കെ നമ്മുടെ ജയപ്രകാശനുമായിട്ടുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. വളരെ കാലങ്ങളായി ജയപ്രകാശനെ കണ്ടില്ല. അപ്പോൾ അത്രയും ദൂരത്തു നിന്നുള്ള വന്നിട്ടുള്ളവരെയൊക്കെ നമ്മൾ ഇരുത്തി വല്ലാണ്ട് അങ്ങോട്ട് പൊരിപ്പിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് നീട്ടുന്നില്ല. എന്തായാലും OM ഹരിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതലായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് നെടുങ്ങാടി ബാങ്കിലായിരിക്കുമ്പോൾ പാലക്കാട് ബ്രാഞ്ചിലാണ്. ആ സമയത്ത് ഹരിയുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ മുകളിൽ ആ സമയത്ത് ഞങ്ങൾ ജോലി എടുക്കുന്ന സമയത്താണ് പഞ്ചാബ് നെടുങ്ങാടി ബാങ്കിൻ്റെ സുൽത്താൻപേട്ട ബ്രാഞ്ച് പൊളിച്ചു പണിയാൻ തീരുമാനിച്ചിട്ട് പ്രിയദർശിനി റോഡിലേക്ക് മാറ്റുന്ന ഒരു സംഭവം. ആ മാറ്റുന്നതിന് 1-2 ദിവസം മുമ്പ് അവിടെ കിടക്കണ ലോക്കർ മുഴുവൻ എടുത്ത് പ്രിയദർശിനി റോഡിലുള്ള ബ്രാഞ്ചിലേക്ക് മാറ്റണം. രാത്രി നേരത്തെ പരിപാടി. അപ്പോൾ രാത്രി ഒരു 10 മണിക്ക് വണ്ടിയിൽ ഈ ലോക്കറുകളെയൊക്കെ കയറ്റിയിട്ട് പ്രിയദർശിനി റോഡിൻ്റെ ബ്രാഞ്ചിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നേരം വെളുത്തു 6 മണിയായി. അപ്പോൾ ആ സമയത്തൊക്കെ ഹരി കൂടിയുണ്ടായിരുന്നു. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. രാത്രി നേരത്താണ് ഈ ലോക്കർ കടത്തുന്ന പരിപാടി. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും സമയവും നേരവും നോക്കാണ്ട് ബാങ്കിൻ്റെ കാര്യത്തിന് വേണ്ടി ഉത്തരവാദിത്വം ചെയ്യുന്ന ആളിന് അദ്ദേഹത്തിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഭാഗ്യവും കൂടി പറയുന്നതിനുണ്ട്. എനിക്കോ അല്ലെങ്കിൽ നമുക്ക് പല ആളുകൾക്കും സാധിക്കാത്തൊരു കാര്യമാണ്. റിട്ടയർമെൻറ്റ് സമയത്ത് ഭാര്യയോ മക്കൾക്കോ പുറമെ സ്വന്തം അമ്മയുടെ മുമ്പിൽ
അമ്മയ്ക്ക് മകനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ പറയുന്നത് കേട്ട് സന്തോഷമായിരിക്കാൻ പറ്റുന്നൊരവസരം ഹരിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. എനിക്ക് വേറെ അപ്പോൾ ആ ഒരു അവസരവും കൂടി ഉപയോഗിപ്പിച്ചുകൊണ്ട് ആ ഒൾപ്പമണ്ണയുടെ എന്താ പറയുക, എത്രയും മഹാനായ ഒൾപ്പമണ്ണയെ എനിക്ക് ഓർമ്മ വയ്ക്കാനും കൂടിയിട്ട് കിട്ടിയതായിട്ടുള്ള ഈ അവസരം ഞാൻ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ട് നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. OM ഹരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല ഒരു വിശ്രമ ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ പേര് ജയപ്രകാശ്. പഴയ ഓൾഡ് ജനറേഷനിൽപ്പെട്ട ആളാണ്. യങ് ജനറേഷൻ ഇവിടെ ആദ്യം ഞാൻ ഇവിടെ ഹാളിലെത്തിയപ്പോൾ ആരൊക്കെയാണ് പരിചയക്കാരെന്ന് നോക്കി. പക്ഷെ ചില ഫിസിക്കൽ ഡിഫറൻസ് കാരണം ഐ കുഡിൻ റെക്കഗ്നൈസ്. എനിഹൗ ഐ ആം വെരി ഹാപ്പി ടുഡേ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ദിസ് ഫങ്ഷൻ. അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഒരുമിച്ച് കോട്ടേക്കാട് ഈസ് വെരി നിയർ ഇൻ മലമ്പുഴ സെക്കൻഡ് വില്ലേജ്, കോട്ടേക്കാട് കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. ഹരി വന്ന ശേഷമാണ് ദാറ്റ് ബ്രാഞ്ച് വാസ് അപ്ഗ്രേഡഡ് ടു സ്കെയിൽ 2 ബ്രാഞ്ച് ആൻഡ് ഐ വാസ് ഓൾസോ പ്രൊമോട്ടഡ് വിത്തൗട്ട് ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ടു സ്കെയിൽ 2. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ആ ബ്രാഞ്ച് അപ്ഗ്രേഡ് ചെയ്തു, എന്നെ പിടിച്ച് മാറ്റി, ടെസ്റ്റും ഇൻ്റർവ്യൂ ഇല്ലാതെ സ്കെയിൽ 2ക്ക് എന്നെ പ്രൊമോട്ട് ചെയ്തു. കാരണം ബിസിനസ് വളരെയധികം കൂടി നല്ല എല്ലാതും അറിയപ്പെടുന്ന ഒരു ബ്രാഞ്ച് ആക്കി. ഞങ്ങൾ രണ്ടാൾ, പിന്നെ രാജീവ് പറഞ്ഞ ഒരാളുമുണ്ട്. ഇങ്ങനെ ഒരു കൊച്ചൊരു നല്ലൊരു ടീം വർക്ക്. അതുകൊണ്ട് അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ട് അതൊന്നും ഇപ്പം പറയേണ്ട സമയമല്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു മുഹൂർത്തം അല്ലെങ്കിൽ സമയം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എന്നോട് പ്രത്യേകം പറഞ്ഞു വരണം എന്ന്. ടെലിഫോണിൽ കൂടെ എന്നോട് മെസ്സേജ് മാത്രമല്ല, എന്നോട് പ്രത്യേകം പറഞ്ഞു സാറ് വരണം കേട്ടോ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ പിന്നെ ആ എക്സ്പീരിയൻസാണ് എനിക്കും ഹരിക്കും ഒരിതുണ്ടായത്. എനിക്ക് 4 തവണ ബെസ്റ്റ് റൺ മാനേജർ എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹരി അതേമാതിരിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടുന്ന് ആ ഫസ്റ്റ് മീറ്റിംഗ് അത് അവിടുന്നാണ്, ആ ബ്രാഞ്ചിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തതെന്ന് പറയാൻ സന്തോഷിക്കുകയാണ്. പിന്നെ റിട്ടയർമെൻ്റ് അല്ല, യു വിൽ ബി മോർ ആക്റ്റീവ് because you are having some hidden talents that is never exposed so far. Only a few people can know what you are doing now, but you are having a very excellent hidden talents. You please expose it. അത്ര മാത്രമേ ഞാൻ പറയുന്നു. ആൻഡ് വിഷ് യു ഹാവ് എ റിട്ടയർഡ് ലൈഫ്, ഹാപ്പി, പ്രോസ്പെറസ് ആൻഡ് നോ റിട്ടയർമെൻറ്റ്, ബട്ട് യു ആർ മോർ ആക്റ്റീവ് ദെൻ. പ്രിയപ്പെട്ട ഹരി സർ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരും, എൻ്റെ പഴയ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ ആദ്യമായ നമസ്കാരം പറഞ്ഞു. കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ പേര് തോമസ് ഈശോ, PNB റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് വിളിച്ചതിന് ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്, അസോസിയേഷൻ്റെ സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘടനയിലേക്ക് അംഗത്വത്തിലേക്ക് വരുന്നതിലുള്ള സന്തോഷവും സാറിനെ അതിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുകയാണ്. കൂടുതലായി ഒന്നും പറയുന്നില്ല. എല്ലാവിധ ഭാവുകങ്ങളും സാറിനും കുടുംബത്തിനും ഭാവി ജീവിതത്തിനും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു എൻ്റെ വാക്കുകൾ ചോദിച്ചു. നമസ്കാരം. നല്ല ചിന്തകൾ, നാനാദിശകൾ നമ്മളിലേക്ക് പ്രവേശിക്കട്ടെ. ഋഗ്വേദ വചനമാണിത്. ഹരി റിട്ടയർ ആവുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പോലും ഹരി റിട്ടയർ ആവുകയാണ്. ഹരിയുമായിട്ടുള്ള ബന്ധം ഒളപ്പമണ്ണ തിരുമേനിയുടെ, ഞാനും ഹരിയും കോളേജിൽ, ഞാൻ ഹരിയുടെ ഒരു കൊല്ലം സീനിയറാണ്. ഹരിക്ക് 18, എനിക്ക് 19 എപ്പോഴും ആയിട്ടുള്ളൂ കേട്ടോ. നമ്മളുടെ വയസ്സ് അസസ് ചെയ്യാൻ നിൽക്കരുത്.
കോളേജിൽ ഹരിയുടെ ഒരു കൊല്ലം സീനിയറായിരുന്നു ഞാൻ. ഹരിയുടെ അടുത്ത് എന്ത് അടുപ്പമോ അതേ അടുപ്പമായിരുന്നു ഹരിയുടെ അച്ഛൻ ഒളപ്പവണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂരിപ്പാട് തിരുമേനിയുമായിട്ടും. ഹരിയുടെ വീട്ടിൽ പോയാൽ ഉള്ള അനുഭവങ്ങൾ വളരെ അധികമാണ്. രാമൻ ഒറ്റമടം ബ്രാഹ്മണനാണ്. അതുകൊണ്ട് രാമന് മാങ്ങാപ്പുളിശ്ശേരി കുറച്ച് കൂടുതൽ കൊടുക്കുക എന്ന് ഒളപ്പവണ്ണ തിരുമേനിയുടെ വാക്ക് ഇപ്പോഴും മനസ്സിലുണ്ട്. അപ്പോൾ ഹരിയുമായിട്ടുള്ള മാനസിക അടുപ്പവും പ്രത്യേകിച്ച് പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ഞാനിവിടെ കേരള ബ്രാഹ്മണ സഭ കൽപ്പാത്തി ഉപസഭയ്ക്ക് അവിടെ ഒരു അക്കൗണ്ടുണ്ട്. അതുകൂടാതെ ഹരിയുമായിട്ട് വലിയൊരു മാനസിക ബന്ധമാണ്. ഏതായാലും ഹരി റിട്ടയറായി എന്നത് വെറും താൽക്കാലികം മാത്രമാണ്. അമേരിക്കയിലെ 60 വയസ്സ് കഴിഞ്ഞ എൻ്റർപ്രണേഴ്സാണ് ഇന്ന് സ്റ്റാർട്ടപ്പിൽ കൂടുതലും. ഹരി അച്ഛൻ്റെ പാത പിന്തുടർന്ന് പുതിയ ഒരു മേഖല വെട്ടിപ്പിടിച്ച് നാഴികക്കല്ലുണ്ടാക്കാൻ ഹരിക്ക് സാധിക്കട്ടെ. ഏതായാലും കേരള ബ്രാഹ്മണ സഭയുടെയും ഗ്ലോബൽ ബ്രാഹ്മിൻ കൺസോർഷ്യത്തിൻ്റെ ചെയർമാൻ എന്ന നിലയിലും ഹരിക്ക് ഹാർദവമായ ഒരു റിട്ടയർമെൻറ്റ് ജീവിതം ഉണ്ടാവട്ടെ. ഇനിയാണ് ഹരിയുടെ ലൈഫ് തുടങ്ങുന്നതെന്നുള്ളതാണ്. ഹരിയുടെ ഒരു ബാങ്കിങ് മേഖലയിലെ ജീവിതം അവസാനിച്ചു എന്നല്ലാതെ ജീവിതത്തിൽ നാഴികക്കല്ലുകളുണ്ടാക്കിയത് 60 വയസ്സ് കഴിഞ്ഞ ഒരു 100-150ഓളം എൻ്റർപ്രണേഴ്സാണ് 60 വയസ്സ് കഴിഞ്ഞ് നാഴികക്കല്ലുണ്ടാക്കിയത്. അതുപോലെ ഹരിക്ക് പുതിയ നാഴികക്കല്ലും പുതിയൊരു പാത വെട്ടിത്തുറന്ന് ജീവിതത്തിൽ പുതിയ സൗഭാഗ്യങ്ങളായിരിക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട ഹരിയുടെ അമ്മ, കുടുംബം, സുഹൃത്തുക്കളെ, നീണ്ട 37 വർഷത്തെ ബാങ്ക് ജീവിതത്തിന് ശേഷം സന്തോഷകരമായി റിട്ടയർ ചെയ്യുന്ന ഹരിക്ക് അഭിവാദ്യങ്ങൾ. കാരണം ബാങ്കിങ് ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വിഷമം പിടിച്ച ഒരു സമയം കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. കാരണം എൻജോയ്മെൻ്റ് എന്നുള്ളൊരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഈ സർവീസ് കാലത്തുണ്ടാവില്ല. കാരണം രാത്രി കിടക്കുമ്പോഴും നമ്മുടെ തലയ്ക്കുള്ളിൽ ബാങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെല്ലാം വിട്ട് ഇനി റിട്ടയർമെൻറ്റിലേക്ക് കിടക്കുമ്പോൾ ഈ റിട്ടയർമെൻറ്റ് ഇത്രത്തോളം സുഖകരമായിരുന്നല്ലോ എന്ന് നമുക്ക് ഹരിക്ക് തന്നെ തോന്നും. ഇത് കുറച്ചുകൂടി ഒരു 4-5 വർഷം കൂടി മുന്നേ ആയിരുന്നെങ്കിൽ എന്ന് തീർച്ചയായും ഹരിക്ക് തോന്നും. ഹരി റിട്ടയർമെൻറ്റ് എന്നുള്ള ജീവിതം വളരെ സുഖകരമായിട്ടുള്ളതാണ്. നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസാണ് സന്തോഷത്തിന്. ഫൈനാൻഷ്യലി നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ മനസ്സിന് സന്തോഷം തോന്നുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും എൻജോയ് ചെയ്യുക. എല്ലാവിധ ആരോഗ്യവും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബഹുമാനപ്പെട്ട ശ്രീ AV ഗോപിനാഥ് സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നിപ്പോൾ ഞാനൊന്നും പറയാതെ പോകണം എന്നാഗ്രഹിച്ച ആളാണ്. ജീവിതത്തിൽ ഇത്രയും ഹൃദയത്തിൻ്റെ അകത്ത് സ്ഥാപിക്കപ്പെട്ട ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് ഹരിയാണ് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഹരിയുടെ കുടുംബവും ഞാനും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. ബാങ്കിങ് ജീവിതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജോലിയിൽ ചേരുമ്പോൾ എന്തെങ്കിലും ഒന്ന് വിരമിച്ചേ പറ്റൂ. അതിന്ന് ഹരിയിലൂടെ ഇന്ന് അതും യാഥാർത്ഥ്യമായി തീരുകയാണ്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി അവിടെ നിൽക്കുന്നു. ഹരി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വിരമിക്കുമ്പോൾ AV ഗോപിനാഥൻ ഹരിയെ പെരുങ്ങോട്ടൂശ്ശിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹരിയുടെ അച്ഛൻ്റെ പേരിൽ
വളരെ മനോഹരമായ ഒളപ്പമണ്ണ മനയുടെ ഒളപ്പമണ്ണ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു സ്ഥാപനം ഉയർന്നു പൊങ്ങിയ ഒരു പ്രദേശമാണ് പെരുങ്ങോട്ടുകുരിശി. അവിടെ എല്ലാ ആധുനിക സൗകര്യത്തോടുകൂടി അത് യാഥാർത്ഥ്യമായി തീരുമ്പോൾ ആ കർമ്മം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാൻ ശ്രീ ഹരിക്ക് കഴിയും എന്നെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വാശി പിടിച്ച് മേടിച്ചതാണ് ഒളപ്പമണ്ണ സ്മാരക മന്ദിരം പെരുങ്ങോട്ടുകുരിശിയിൽ വേണം എന്ന്. അതെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹവും കുടുംബത്തിൻ്റെയും പാദസ്പർശനം ഏറ്റ മഹാപുണ്യഭൂമിയാണ് പെരുങ്ങോട്ടുകുരിശി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾക്കത് വേണം എന്നാവശ്യപ്പെട്ടത്. അത് യാഥാർത്ഥ്യമായി തീർന്നു. ഈ ജോലിയൊക്കെ വിരമിക്കുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു സംതൃപ്തി പിരിഞ്ഞു പോകുമ്പോഴുണ്ടാകും, ഞാൻ എത്രയോ ആളുകൾക്ക് എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത്. ആർക്കെങ്കിലും ഗുരുവായൂരപ്പനെ കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കണ്ടാൽ ഒരു അദൃശ്യമായ ശക്തി എന്നെനിക്ക് മനസ്സിനൊരു സംതൃപ്തി. അതുപോലെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ പോയാൽ ഹരിയെ കണ്ടാൽ അദൃശ്യമായ ദൃശ്യമായ ഒരു മനസ്സിൻ്റെ സംതൃപ്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഹരി ദേഷ്യപ്പെടുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ചിരിക്കിനെ കണ്ടിട്ടുണ്ട്. മാന്യമായ പെരുമ. ആരും ദേഷ്യപ്പെട്ട് ഒരു രൂക്ഷമായ ഇന്നുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഗുരുവായൂരപ്പൻ്റെ യഥാർത്ഥ രൂപത്തിൽ എന്തെങ്കിലും ഗുരുവായൂരപ്പൻ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടതായി കണ്ടിട്ടുണ്ടോ? ആ ചിത്രത്തിൽ എന്നും മനോഹരമാണ് ആ മുഖം. നമ്മൾ ഈശ്വരനെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ വിളിക്കുന്ന ആളുടെ കള്ളത്തരവും യഥാർത്ഥത്തിൽ വിളിക്കുന്ന ആളെക്കുറിച്ചും ഗുരുവായൂരപ്പന് വിലയിരുത്താൻ കഴിയും. പക്ഷേ കള്ളവനോടും നല്ലവനോടും എല്ലാം നല്ല മനസ്സോടുകൂടി ചിരിച്ച് കാണുന്ന ഗുരുവായൂരപ്പനെ മാത്രമേ കാണാൻ കഴിയൂ. അതാണ് അതിൻ്റെ പ്രാധാന്യം. അങ്ങനെ നിരവധി സൃഷ്ടികളിൽ ഒരു പ്രധാന സൃഷ്ടിയായി എല്ലാവർക്കും നല്ല ചെയ്യാനും നല്ല അഭിപ്രായം ഉണ്ടാക്കാനും ഈ സർവീസിൻ്റെ അകത്ത് ഹരിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കൂടുതലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹരിയെക്കുറിച്ച് മനസ്സിൻ്റെ അകത്ത് ഒരുപാട് എനിക്ക് പറയാനുണ്ട്. ഞാൻ ഒരു വലിയ പണ്ഡിതനല്ല, വിദ്വാനും കവിയൊന്നും അല്ല ഞാൻ. പക്ഷേ എന്നും മരിക്കുന്നവരെ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഹരിയെക്കുറിച്ച് നല്ലത് പറയാനുള്ള ഒരു ഹൃദയം ഈശ്വരൻ ഗോപിക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ, ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. എന്നും ഈ കുടുംബം നിറഞ്ഞ് പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കൃഷ്ണൻ അത് ചെയ്തു തരണമേ എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീട് കൽപ്പാത്തിയിലാണ്. ഞാൻ റിട്ടയർഡ് പെൻഷനറാണ്. കമേഴ്ഷ്യൽ ടാക്സസിൽ നിന്ന് ഞാൻ റിട്ടയറായ ആളാണ്. ഹരി എൻ്റെ എന്താ പറയേണ്ടത് ഹരിയെ പറ്റിയെന്ന് എനിക്കറിയില്ല. ഹരിയുടെ അച്ഛനായിട്ട് വളരെ ഞാൻ ലോയിയാണ്. എൻ്റെ ഭാര്യ അവാർഡ് വിന്നറാണ്. കുങ്കുമൽ നോവൽ അവാർഡ് 2002 കിട്ടിയത്. ആ പുസ്തകം ഒളപ്പമണ്ണ സാറാണ് അത് പ്രസിദ്ധീകരിച്ചത്. അന്ന് മുതലുള്ള പരിചയമാണ്. ഞങ്ങളുടെ ഒരേ ദേശക്കാരാണ്. തൃശ്ശൂരിലാണ് ഞാൻ ജനിച്ചത്. തൃക്കൂർ എന്ന് പറയും. ഊരകത്താണ് ഭാര്യ വീട്. ഹരിയുടെ അമ്മയായിട്ട് വളരെ ലോയിയാണ്. അവർക്കവിടെ സ്കൂളുണ്ട്, ചേർപ്പിൽ CNN ഹൈസ്കൂൾ പറഞ്ഞിട്ട്. അത് വളരെ നീണ്ട കഥയാണ്. എന്നാലും എനിക്ക് ഹരിയെക്കുറിച്ച് 2 വാക്ക് പറയണം. കൽപ്പാത്തി ബ്രാഞ്ചിൽ അദ്ദേഹം വന്ന ശേഷം നല്ല ഇമ്പ്രൂവ്മെൻ്റാണ്, നല്ല പെരുമാറ്റമാണ്. ആരെ കണ്ടാലും വരൂ ഇരിക്കൂ പറയും. ഡെപ്പോസിറ്റ് ഉള്ള ആളായാലും വരവില്ല, ഇല്ലാത്ത ആളായാലും വരവില്ല. മനസ്സിലായില്ലേ? വേണ്ട ഉപകാരങ്ങളൊക്കെ വളരെയധികം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പാട്ട് പാടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഹരിയുടെ അടുത്ത് ഞാൻ വാക്ക് കൊടുത്താണ്. അത്
ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, എല്ലാം കേട്ട് പഠിച്ചതാണ്. എന്നാലും സ്വാമി വരണം, പാടണം. ഇതിനു മുമ്പ് മോഹൻദാസ് സാർ റിട്ടയർ ആയപ്പോഴും ഞാൻ സെൻറ്റ് ഓഫിന് പോയിരുന്നു. എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു സ്വാമി 2 വാക്ക് സംസാരിക്കും. ഞാൻ സംസാരിച്ചു, ഞാൻ പാടി. അപ്പോൾ ഹരിസാർ പിന്നെ എനിക്ക് വേണ്ട, ഞാൻ ഒഴിവാകാൻ പറ്റില്ല. ഇന്നലെ പല്ലെടുത്ത ആളാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ അതും പറഞ്ഞു സാരോട്. ഇപ്പം ഞാൻ മുഖാരി രാഗത്തിൽ ആണ് ഞാൻ പാടാൻ പോണേ. കൃഷ്ണനെ പറ്റിയിട്ടാണ്. ശ്രീപദേ ശ്രീനാരായണ പാപമോചന ഹരേ ശ്രീപദേ ശ്രീനാരായണ പാപമോചന ഹരേ ശ്രീപദേ ശ്രീനാരായണ പാപമോചന കേശവ ചവിനാ കേശവാനി പാലിക്കണം. കേശവാച വിനാശകം കേശവാനി പാലിക്കണം. ശ്രീപദേ ശ്രീനാരായണ പാപമോചന ശംഖചക്രഗദാ പദ്മാ ശംഖചക്രഗദാ പദ്മാ സംഘടിത ചതുർഭാഗേ ശംഖചക്രഗദാ പദ്മാ സംഘടിത ചതുർഭാഗേ ശങ്കരാസനുതലോക ശങ്കരാഹരേ നെൽക്കഴൽ പണിയുമോർക്കൂ നെൽക്കഴൽ പണിയുമോർക്കോ കിങ്കരൽ ജനാർദ്ദന സങ്കടങ്ങളൊഴിക്കേണേ പങ്കജ നേത്ര ശ്രീപദേ ശ്രീനാരായണ പാപമോചന ഹരേ ശ്രീപദേ ശ്രീനാരായണ പാപമോചന എല്ലാവർക്കും നമസ്കാരം.
ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. 36 കൊല്ലത്തെ 37 കൊല്ലത്തെ സർവീസിൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹബന്ധമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും അതുതന്നെയാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയാം. നമ്മുടെ PF-ഉം ഗ്രാറ്റുവിറ്റിയും ആണ് ഈ സ്നേഹം. നിങ്ങളുടെ വേറൊന്നും ഞാൻ പറയില്ല. എല്ലാവർക്കും നന്ദി, സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ എല്ലാവരും കുറേ നേരത്തെ പ്രസംഗങ്ങളും ഒക്കെ കേട്ട് കുറച്ച് ബോറടിച്ചിരിക്കുകയാവുമെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും പറയണം. അപ്പോൾ ഞാൻ ഇന്ന് അച്ഛനൊരു കത്ത് എഴുതി. അപ്പോൾ എൻ്റെ അനിയൻ ആണ് എനിക്ക് ഐഡിയ തന്നത്, നമുക്കിത് അച്ഛൻ്റെ മുമ്പിൽ പറയണം, എല്ലാവരുടെയും മുമ്പിൽ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിലത്തെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ പറയാം. ബിക്കോസ് ദിസ് മൊമെൻറ്റ് ഈസ് വെരി സ്പെഷ്യൽ ഫോർ അസ്. അച്ഛൻ മാത്രമല്ല ബാങ്കിൽ ജോലി ചെയ്തത്, ഞങ്ങൾ എല്ലാവരും ബാങ്കിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ അനിയനും അമ്മയും ഒക്കെ ബാങ്കിൻ്റെ ഭാഗമായിരുന്നു ഇത്രയും കാലം. പക്ഷേ സർവീസ് കൂടുതൽ അച്ഛൻ തന്നെയാണ്. അച്ഛ, യു ആർ ദ മോസ്റ്റ് സിൻസിയർ, ഡെലിജൻറ്റ്, ഹാർഡ് വർക്കിംഗ്, ജെനുവിൻ, കൈൻഡ്, സ്മാർട്ട് ആൻഡ് സെൻസിബിൾ ഓഫീസർ ദർ ഹാസ് എവർ ബീൻ. ഇവിടെയുള്ള എല്ലാവരും അതിന് വൗച്ച് ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അച്ഛൻ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. ഓഫീസിൽ വേറെ പോലെ, വീട്ടിൽ വേറെ പോലെ അങ്ങനെയല്ല. ഓഫീസിൽ കുറച്ച് ആത്മാർത്ഥത കുറയ്ക്കാം, അങ്ങനെയൊന്നുമല്ല. അച്ഛൻ എങ്ങനെയാണോ വീട്ടിൽ അതേപോലെയാണ്. എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണോ അച്ഛന് ശുഷ്കാന്തി, അതേപോലെയാണ് അച്ഛൻ്റെ എല്ലാ കൊളീഗ്സ്. എസ്പെഷ്യലി അച്ഛന് ഞാനുള്ളതുകൊണ്ട് അച്ഛനൊരു സ്പെഷ്യൽ സോഫ്റ്റ് കോർണർ ഉണ്ട്. അച്ഛൻ്റെ കൂടെയുള്ള ഇപ്പോൾ എൻ്റെ പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു 20s 30s ഉള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട് അച്ഛൻ്റെ കൊളീഗ്സ് ആയിട്ടെന്ന് പറഞ്ഞാൽ അച്ഛനൊരു പ്രത്യേക താല്പര്യമാണ്. എനിക്കതറിയാം. അച്ഛൻ വീട്ടിൽ വന്ന് പറയുമ്പോഴും എനിക്ക് അവരോടൊരു സിസ്റ്റർലി ഫീലിംഗ് ആണ്. രേഖ ചേച്ചി ഇപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. രേഖ ചേച്ചിയും ഞാനും അച്ഛനും കൂടിയിട്ടാണ് 2 കൊല്ലം എന്നും ഓഫീസിൽ പോയിരുന്നത്. ഞാൻ SM കോളേജ് ആലത്തൂരിൽ പോവും, ഇവർ മഞ്ഞപ്പുറം ഓഫീസിലേക്ക് പോവും. എന്നും രേഖ ചേച്ചി എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെയാണ്. പിന്നെ ഇവിടെ വരുമ്പോഴും ഷിനിത ചേച്ചി, അതിന് മുമ്പ് നെന്മാറ ബ്രാഞ്ചിൽ പ്രിയങ്ക എന്ന് പറഞ്ഞ ഓഫീസർ ഉണ്ടായിരുന്നു. ഷിനിത ചേച്ചി, പാർവതി വർത്തി, എല്ലാവരെ പറ്റിയിട്ട് വീട്ടിൽ വന്ന് പറയണത് അതേപോലെയാണ്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, അച്ഛനൊരു പാഷൻ ഉണ്ട്, ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാവരെയും ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുക, എല്ലാവരെയും നല്ല എക്സലൻറ്റ് ഡ്രൈവേഴ്സ് ആക്കുക, ഇൻഡിപെൻഡൻ്റ് ആക്കുക. ഇവിടെയുള്ള കുറേ പേരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് അച്ഛനാണ്. എനിക്കിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതെ, ഇനി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാം അച്ഛൻ്റെ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അച്ഛൻ അത്രയും പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അതെനിക്ക് നേരിട്ട് അറിയണ ഒരു കാര്യമാണ്. അച്ഛൻ എല്ലാവരുടെയും അച്ഛൻ്റെ ചുറ്റുമുള്ള അച്ഛന് കുറച്ച് എൽഡർ ബ്രദർ സിൻഡ്രോം ഉണ്ട്. അച്ഛൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും അച്ഛൻ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. സ്പെഷ്യലി കൊളീഗ്സ്, ആ ബ്രാഞ്ചിലുള്ളവരെ അത്രയും അച്ഛൻ പ്രൊട്ടക്റ്റ് ചെയ്യും, ഫാമിലി പോലെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതെനിക്കറിയാം. അച്ഛൻ എപ്പോഴും പറയണ കാര്യമാണ്, ഞാനിനി തിരിച്ച് അച്ഛൻ്റെ അടുത്ത് പറയണത്, സന്തോഷമായിട്ടിരിക്കണം, ഇനിയുള്ള സമയം നല്ല ജോളി ആയിട്ടിരിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് ഹി ഹാഡ് ഹിസ് ഓൺ വേ, അച്ഛനൊരു മലയാളം പ്രൊഫസറായിട്ട് പുസ്തകമൊക്കെ വായിച്ച് സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിട്ടുണ്ടാവും. ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഹി വാണ്ടഡ് ടു ഡു. പക്ഷേ ഹി എൻഡഡ് അപ്പ് ഇൻ ബാങ്കിങ് സെക്ടർ. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ ചെയ്യണം. ഇനി നമുക്ക് കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കണം, കുറേ കവി സമ്മേളനങ്ങളിലേക്കൊക്കെ പോകണം. പക്ഷേ ഐ ഡു ബിലീവ് ദാറ്റ് യുവർ ലവ് ലാംഗ്വേജ് ഇസ് സർവീസ്. അപ്പോൾ in the end, I think you ended up in the right sector because he enjoys being able to be of service to people. അച്ഛൻ അത് ഭയങ്കര ഹൈ ആണ്. അച്ഛൻ ഇപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ പോവുകയാണെങ്കിലും അച്ഛൻ ഇങ്ങനെ കോൾസ് വരും. അപ്പോൾ ചിലപ്പോൾ അച്ഛനൊരു കസ്റ്റമറെ വിളിച്ചിട്ട് സാറിൻ്റെ ബ്രാഞ്ചിൻ്റെ IFSC കോഡ് എന്താ എന്ന് ചോദിക്കും. ഞങ്ങളൊരു ട്രിപ്പിന് പോവാം മാറ്റി നോക്കി, അപ്പോൾ അവിടെ അച്ഛൻ ആ കോൾ എടുത്ത് IFSC കോഡ് PUNB എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത്രയും അച്ഛൻ സർവീസ് ഓറിയൻറ്റഡ് ആണ്. ഒരു കോള് പോലും അച്ഛൻ എടുക്കാതിരിക്കില്ല.
ഞങ്ങൾ വാങ്ങി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം, ദിസ് ഇസ് ഫാമിലി ടൈം, ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓഫ് ചെയ്യണം. അപ്പോൾ ഐ തിങ്ക് യു എൻഡഡ് അപ്പ് ഇൻ ദ റൈറ്റ് സെക്ടർ. കാരണം ഹീ ലിവ്സ് ഓഫ് ബീയിങ് സർവീസ് ടു അതർ പീപ്പിൾ. പിന്നെ ഇനി ഒരു ടെൻഷനും ഇല്ല, ഇനി ഫുൾ ജോളിയാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ റിട്ടയർമെൻറ്റ് ഇസ് ഗോയിങ് ടു ബി ഹാപ്പി ആൻഡ് ദിസ് ഇസ് നോട്ട് റിട്ടയർമെൻറ്റ്, ദിസ് ഇസ് സെക്കൻഡ് ഇന്നിങ്സ്. അപ്പോൾ നമുക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും 2 ട്രിപ്പ് പോകണം എന്നൊക്കെ. അപ്പോൾ യാത്രകൾ ചെയ്യണം, കച്ചേരി കേൾക്കണം, കവിത വായിക്കണം, കഥകളി കാണണം. പിന്നെ അച്ഛന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള വേറൊരു കാര്യമാണ് ക്രിക്കറ്റ്. അപ്പോൾ ഞങ്ങളൊരു ക്രിക്കറ്റ് പിൽഗ്രിമേജ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയ, ലണ്ടൻ, അങ്ങനെ ഞങ്ങളൊരു ക്രിക്കറ്റ് പിൽഗ്രിമേജ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വി ആർ ഗോയിങ് ടു ഗോ ആൻഡ് വാച്ച് ദ ടെസ്റ്റ് ലൈവ്. പിന്നെ എനിക്ക് അച്ഛൻ്റെ ഈ ഹാപ്പി റിട്ടയർമെൻറ്റിൻ്റെ ക്രെഡിറ്റ് അമ്മയ്ക്കാണ്. ആക്ച്വലി വിത്തൗട്ട് അമ്മയുടെ സപ്പോർട്ട് അച്ഛന് 37 ഇയേഴ്സ് ഒന്നും ബാങ്കിലൊന്നും എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് കുഞ്ചുനി ആൻഡ് അനിയൻ, he'll agree that you both are you gave us secure safe home. ഇപ്പോൾ ഞങ്ങളുടെ കുട്ടിയിലൊക്കെ അങ്ങനെ ഓരോ ട്രാൻസ്ഫർ അല്ലേ, അപ്പം നമുക്കൊക്കെ കരച്ചിൽ വരും. എവിടെയെങ്കിലും ഒരു സ്കൂളിൽ ചേർന്ന് കുറച്ച് ഫ്രണ്ട്സിന് അവിടുത്തെ ഭാഷയൊക്കെ പഠിച്ച് 2-3 ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുമ്പോഴേക്കും പിന്നെയും ട്രാൻസ്ഫർ. എനിക്ക് ദേഷ്യം, ഞാൻ ഭയങ്കര ലഹളയൊക്കെ ആവും. കുട്ടിക്കാലത്ത് നമുക്ക് അങ്ങനെയാണല്ലോ. ബട്ട് അത്രയും ചേഞ്ചസിൻ്റെ ഇടയിലും യു ഗൈസ് ഗേവ് us വെരി സെക്യൂർ സേഫ് ഹോം. പല ദിവസങ്ങളിലും എനിക്ക് ഓർമ്മയുണ്ട്, ഹി ഹാസ് ബീൻ വെരി ബിസി ബിക്കോസ് ഹി ഈസ് അവൈലബിൾ. അച്ഛൻ ഒന്നിനും നോ എന്ന് പറയില്ല, ഏതൊരു കാര്യത്തിനും. അപ്പോൾ പല സമയത്തും രാത്രി കിടക്കുമ്പോൾ അച്ഛൻ ഉണ്ടാവില്ല, രാവിലെ ഉണരുമ്പോൾ അച്ഛൻ ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ യു ആർ ദെയർ ഫോർ എവ്രിതിങ്, ഫോർ എവ്രി സിംഗിൾ തിങ്. സ്കൂളിലത്തെ കാര്യമായിക്കോട്ടെ, ബാക്കി എന്തായിക്കോട്ടെ. അത് മാത്രമല്ല, ഒരു പ്രോഗ്രാം ഉണ്ട്, ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, കച്ചേരി ഉണ്ട്, എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോവുക, ഓരോ സ്റ്റാളിൽ നിന്ന് അവരോടൊക്കെ സംസാരിക്കുക. ഞാൻ ടീച്ചിങ് സെക്ടറിലായിരുന്നു, ബട്ട് ഐ ക്വിറ്റ് ടീച്ചിങ് ആൻഡ് ഐ ആം ആൻ ഇക്കോപ്രനർ നൗ. അപ്പോൾ കുറേ പേര് ചോദിക്കും, വാട്ട് ഈസ് എ കണക്ഷൻ, ഹൗ ആർ യു ഇൻ ടു ബിസിനസ് എന്ന്. ഐ തിങ്ക് ഐ ഗെറ്റ് ദാറ്റ് ഫ്രം യു. അച്ഛൻ ഇസ് സോ ഇൻട്രസ്റ്റഡ് ഇൻ സ്മോൾ ബിസിനസ്സസ്. അച്ഛൻ്റെ അടുത്ത് എല്ലാത്തിനും അവിടെ ഒരാളുണ്ട്, നൂർണിയിൽ ഒരാളുണ്ട്, കൽപ്പാത്തിയിൽ ഒരാളുണ്ട്, വടക്കന്തറ ഒരാളുണ്ട്, മഞ്ഞപ്പുറം ഒരാളുണ്ട്, എല്ലാത്തിനും. അപ്പോൾ ഇന്നും കൂടി അച്ഛൻ പറഞ്ഞു, നമ്മൾ ഇന്ന സ്ഥലത്താണ് കേറ്ററിംഗ് ഏൽപ്പിച്ചത്, പക്ഷേ ആക്ച്വലി വേറെ 2 ഓപ്ഷൻ ഉണ്ട്. അവർ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും, നമുക്ക് വേറൊരു ഫംഗ്ഷൻ അവരെ വിളിക്കാം. അങ്ങനെ ഹീ ലൈക്സ് ബീയിങ് ഓഫ് സപ്പോർട്ട് ടു സ്മോൾ ബിസിനസ്സസ്. അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ഐഡിയേഷൻ എങ്ങനെയാണ് അവരത് ചെയ്യണേ, അവർക്ക് എങ്ങനെയെങ്കിലും ലോൺ എത്തിച്ചു കൊടുക്കണം. അച്ഛൻ തിരിച്ച് വന്നിട്ട് പറയും, ഇതിൻ്റെ ഓരോ നൂലാമാലകൾ, ഇഫ് ഇറ്റ് വെയർ അപ് ടു മീ, ഞാൻ ഉറപ്പായിട്ടും ഈ ബിസിനസ്സിന് ലോൺ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അച്ഛൻ പറയും. സോ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഇൻ സ്മോൾ ബിസിനസ് ഇസ് കമ്മിങ് ഫ്രം യു. അപ്പോൾ ഇവിടെ മുമ്പ് ഗിരിജാവല്ലഭൻ അങ്കിളൊക്കെ പറഞ്ഞ പോലെ മേ ബി യു ക്യാൻ ഓൾസോ ഗെറ്റ് ഇൻ ടു enterprising വിത്ത് മീ. ആൻഡ് എല്ലാം I'm very happy and proud, കുറച്ച് ഓവർവെൽഡുമാണ് that you guys are our parents. So അത്രയേ ഉള്ളൂ. Thank you so much. Very happy retirement.